ദൈവാത്മാവിന് സംസാരിക്കുവാനുള്ളതിന് വേണ്ടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. Praise God. Hallelujah. Yesterday night I spent a long time with God and God spoke to me what to say, what to share with these people. Praise God. That's what I'm going to do. I don't think so. It is going to be long. It will be short. അധികം സമയം ദീർഘിപ്പിക്കാതെ ദൈവവചനത്തിൽ നിന്ന് ശ്രദ്ധിപ്പാനിടയാകട്ടെ. I encourage and I encourage everyone, please don't pay attention for any other things. Maybe God is speaking to you. ദൈവം നിന്നോട് സംസാരിക്കുവാനായിരിക്കും ആഗ്രഹിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ അത് നീ ശ്രദ്ധിക്കാതിരിക്കാൻ, അത് നമ്മുടെ ഹൃദയത്തിൽ വരാതിരിപ്പാൻ, നമ്മുടെ ഹൃദയത്തിൽ പതിയാതിരിപ്പാൻ, there are many interactions able to come. It can be through the phone, it can be through other stuff, it can become anything, maybe from your kids. ചിലപ്പോൾ കുഞ്ഞുങ്ങളിൽ നിന്ന് പോലും ആയിരിക്കാം ഒരു ഡിസ്ട്രാക്ഷൻ വന്നിട്ട് ദൈവവചനം നമുക്ക് തലയ്ക്ക് മേളിൽ കൂടെ അകത്തോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ലഭിക്കാനുള്ളതൊന്നും നമുക്ക് പറ്റാതിരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് be careful while we are listening the word of God. Praise God. Let us turn our book, Act chapter 19, words 9 and 10. അപ്പോസ്തല പ്രവൃത്തി 18 അധ്യായത്തിൻ്റെ 18. അപ്പോസ്തല പ്രവൃത്തി 18 അധ്യായം 18 words 9 and 10. We all know this passage very well, and often we are listening this word from the God and many other saints. Praise God, the servant of God. So when I read this one yesterday night, I asked God what else I want to say, because we all memorize this word. ഇന്നലെ രാത്രിയിൽ ഞാനിത് വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചത്, കർത്താവേ, ഇറ്റ്സ് എ വെരി ഫെമിലിയർ വാക്കുകളാണ്. ഇതിൽ നിന്ന് ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ that become a repetition. I don't want to. But the God spoke to me, you should speak from this word. ഇവിടെ പറയുന്നത്, നീ ഭയപ്പെടരുത്, നീ മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. Nobody will harm you. നിന്നെ ആരും ഉപദ്രവിക്കയില്ല. And also I have so many people in this city. Praise God. ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. പോള്, praise God, കോരിന്തി ആൻഡ് എഫെസിലായിരിക്കുമ്പോൾ താൻ ഒത്തിരി മാനസികമായി ഭാരമുണ്ടായി. കാരണം സിനഗോഗിലെല്ലാം പ്രസംഗിച്ചിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. അവിടുന്ന് ഭയങ്കര എതിർപ്പുകളുണ്ടായപ്പോൾ then he thought either get some free time not to speak. പുറത്തുപോയി ഇനിയും ഒരു സുവിശേഷം പറയാൻ അല്പം ബ്രേക്ക് എടുക്കാം. ദിസ് ഈസ് ദ ടൈം. അല്പം റെസ്റ്റ് ആവശ്യമായിരിക്കുന്നു. കാരണം സുവിശേഷം പറയും തോറും പ്രശ്നങ്ങൾ കൂടി വരുന്ന ഒരു സമയം, അംഗീകരിപ്പാൻ ആൾക്കാരില്ലാതിരിക്കുന്ന ഒരു സമയം. അദ്ദേഹം ഇങ്ങനെ തീരുമാനിച്ചു, തൽക്കാലം പ്രസംഗമൊന്നുമില്ല, മിണ്ടാതെ ഇരിക്കാം. കാരണം ജനമെല്ലാം കൂടി ഉപദ്രവിക്കാൻ വരുന്നു, ക്ഷോഭിക്കുന്നു, എവിടെ പോയാലും പ്രശ്നക്കാരെ കാണാൻ പറ്റുന്നു. ഇങ്ങനെ ഒരു ദിവസം ജാതീയനായ ഒരാളുടെ ഭവനത്തിൽ താനായിരിക്കുമ്പോൾ, അതാ 7ാമത്തെ വാക്യത്തിലുണ്ട്. ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് ദാറ്റ്. 7ഉം 8ഉം ഒക്കെ വായിക്കുമ്പോൾ അറിയാം, നമ്മളതിലേക്ക് പോകുന്നില്ല. അവിടെ ഇരിക്കുമ്പോൾ രാത്രിയിൽ ദർശനത്തിൽ നമ്മുടെ കർത്താവ് പൗലോസിനോട് പറയുന്നു, നീ ഭയപ്പെടരുതോ. Not to be afraid. Praise God. ഭയം തട്ടി. ഇനി എന്താണ് മുന്നോട്ട്? ഇനിയും ഇങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യങ്ങളില്ല. ഒരു വഴിയും കാണാതെ
കുറച്ചു നാൾ ശാന്തനായിട്ട് ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ, സ്തോത്രം, നിന്റെ ഭയത്തെ എൻ്റെ സ്വർഗത്തിലെ ദൈവം രാത്രിയുടെ യാമങ്ങളിൽ സംസാരിക്കുവാൻ തക്കവണ്ണം വന്നിട്ട് പറയുക, ഡോണ്ട് ബി അഫ്രൈഡ്, നീ ഭയപ്പെടരുതോ. പ്രൈസ് ഗാഡ്. വേദപുസ്തകത്തിൽ നമ്മുടെ കർത്താവ് പലരോട് പറഞ്ഞിട്ടുണ്ട്, പല സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഡോണ്ട് ബി അഫ്രൈഡ്, ഐ ആം വിത്ത് യു. പ്രൈസ് ഗാഡ്. ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഇരിക്കുന്ന, ഇത് കേൾക്കുന്ന പലരോടും ദൈവം പല സന്ദർഭങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്, യു ആർ നോട്ട് അലോൺ, ഐ ആം വിത്ത് യു. നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നോടൊപ്പം ഉണ്ട്. പ്രൈസ് ഗാഡ്. ഡോണ്ട് ബി അഫ്രൈഡ്. നാളെ എങ്ങനെയാ കാര്യങ്ങൾ നടക്കുന്നു നീ ഭാരപ്പെട്ടിരുന്നപ്പോഴാ, നീ എങ്ങനെ നമുക്ക് ഹല്ലേലൂയ മുന്നോട്ടുള്ള ദിവസങ്ങൾ കൗണ്ട് ചെയ്തിരുന്നപ്പോഴാ, ആര് നിനക്ക് വേണ്ടി വഴി തുറക്കും, എല്ലാ വഴികളും അടച്ചല്ലോ എന്ന് നിരാശയോടിരുന്നപ്പോഴാ നമ്മോട് സംസാരിച്ചൊരു ദൈവമാ, നീ ഭയപ്പെടരുതോ. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. നീ ഭയപ്പെടരുത്. ദൈവമക്കളെ, ഞാൻ ചോദിക്കട്ടെ, ഈ വാക്ക് കേൾക്കാത്ത എത്ര ദൈവജനം ഇന്നിവിടെ ഇരിപ്പുണ്ടോ? ഐ എം നോട്ട് ബിലീവ് ദാറ്റ്. I believe everybody is listening this word often from God. ദൈവത്തിൽ നിന്ന് കൂടെ കൂടെ കേൾക്കുന്ന ഒരു വാക്കാ, നീ ഭയപ്പെടരുതോ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ രണ്ടാമത്തെ കാര്യം നമ്മൾ ഒത്തിരി പേര് കേൾക്കാറില്ല. എന്തുവാണെന്നറിയാമോ? നീ മിണ്ടാതിരിക്കരുതെന്നുള്ളത്. Don't be silent. ഒരു കാര്യം ദൈവസന്നിധിയിൽ നാം ഓർക്കണം, നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലായിക്കഴിഞ്ഞാൽ നാം എങ്ങനെ മൗനമായിരിക്കും? നമ്മുടെ രക്ഷകനെക്കുറിച്ച് എങ്ങനെ പറയാതിരിക്കും? നമ്മുടെ വീണ്ടെടുപ്പുകാരൻ്റെ സ്നേഹവും അവൻ നമ്മെ വീണ്ടെടുത്തും നാം എങ്ങനെ പറയാതിരിക്കും? പ്രൈസ് ഗാഡ്. ചിലർ ശ്രദ്ധിച്ചിട്ടില്ലേ, ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെ അവർ സ്പ്രിങ്ങിലാണ് നിൽക്കുന്നത്. സ്തോത്രയാഗങ്ങൾ കൊണ്ടോ, ആരാധനയിൽ, അന്യഭാഷയിലോ, ദൈവശക്തിയിൽ നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ വിചാരിക്കണം, എന്നെ നടത്തിയ വിധങ്ങളെ ഓർത്തു കഴിഞ്ഞാൽ ഞാൻ ദൈവസന്നിധിയിൽ എങ്ങനെ മൗനമായിരിക്കും? ഹല്ലേലൂയ. പൗലോസോട് പറയുന്നു, നോട്ട് ബി സൈലന്റ്, നീ മിണ്ടാതിരിക്കരുത്. കുറച്ച് നാൾ നിർത്തിവെക്കാം, അധികം ഇനിയും സംസാരിക്കണ്ട, പാട്ട് പാടണ്ട, പ്രാർത്ഥിക്കണ്ട, ആരാധനയൊക്കെ ഒന്ന് കുറയ്ക്കാമെന്ന് വിചാരിക്കുന്ന ദൈവജനത്തോട് ഈ ദൈവത്തിൻ്റെ വചനം തന്നെ പറയാനുണ്ട്, ഡോണ്ട് ബി സൈലന്റ്, നീ മൗനമായിരിക്കരുത്. നിന്നെ മൗനമാക്കി കളയുന്നത് വേറൊരു ശക്തിയാ, ദൈവശക്തിയല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാധിക്കുന്ന ദൈവവൈതലേ, നിന്റെ വായെ പൊത്തിക്കളയുവാൻ, നിന്റെ ശരീരത്തിൽ കൂടെ ക്ഷീണമിട്ടുകൊണ്ട് നിന്റെ കൈയടി നിർത്തുവാൻ, നിന്റെ ശരീരത്തെ ഒരു യാഗവസ്തുവായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ നിന്നെ ആക്കി തീർക്കുന്നത് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കിക്കൊണ്ട് ദൈവാത്മാവ് പറയുന്നു, ഡോണ്ട് ബി സൈലന്റ്. ഹല്ലേലൂയ. പ്രൈസ് യു ഗാഡ്. ഈ നിരാശയൊക്കെ വരുമ്പോഴാ, there are a couple reasons why the people keep silent. ഒന്ന്, nobody is giving any attention what I am going to say or what I am saying or about my life or anything. ആരും ഒരു അറ്റൻഷൻ തരാതിരിക്കുമ്പോൾ നമ്മൾ തന്നെ എന്തുവാകും? we try to shrink. ഓ വേണ്ട, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. രണ്ട്, മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ we stop talk. പിന്നെ ഒരു വെറുതെ പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ശൃംഗായി ചുരുങ്ങി 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 പണ്ട് ദൈവസന്നിധിയിൽ അഗ്നിഗോളമായി ശോഭിച്ചവരൊക്കെ ഇന്നും മൗനമായിരിക്കുന്നതിന് കാരണം എന്നറിയാമോ? ഏതിനോ ഒരു ശക്തിക്ക് അടിമപ്പെട്ടു പോയി. ഒന്നീ അല്ലെങ്കിൽ നിരാശ, അല്ലെങ്കിൽ പ്രശ്നം, അല്ലെങ്കിൽ നിനക്ക് മറുപടി ലഭിക്കാതിരുന്നത് കൊണ്ട് you try to be in silent. But today the word of God is truly telling, don't be silent. നീ മൗനമായിരിക്കരുത്. Praise God. പ്രിയ ദൈവമക്കളെ, രാത്രിയാമങ്ങളിൽ ദർശനം കാണുന്ന
എത്ര ദൈവമക്കൾ ദൈവസഭകളിലുണ്ടോ? ദർശനങ്ങൾ പലരും കാണും, നാം കേട്ടിട്ടുണ്ട്. ആന കുത്താൻ വന്നു, പട്ടി ഓടിച്ചു, മുന്നേ നിന്ന് വലിയൊരു മരം പിഴുത് വരുന്നതായിട്ട് കണ്ടു. പ്രൈസ് ഗാഡ്. ഇങ്ങനെയൊക്കെയുള്ള ദർശനങ്ങൾ കണ്ടിട്ട് നമ്മൾ ടി വി കണ്ടതിൻ്റെ പകുതിയും കേട്ട കഥയുടെ പകുതിയും കാർട്ടൂണിൻ്റെ പകുതിയും ഒക്കെ മനസ്സിൽ വെച്ചിട്ട് അതൊരു ദർശനം പോലെ രാത്രിയിൽ ഇങ്ങനെ കണ്ടതെല്ലാം കൂടെ ഓർത്ത് വരുന്നതല്ല ദർശനമെന്ന് പറയുന്നത്. ദ വിഷൻ മീൻസ് ട്രൂലി ഫ്രം ദ ഓൾമൈറ്റി ഗാഡ്. ദർശനം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് വരേണ്ടതാണ്, കേൾക്കേണ്ട ശബ്ദമാണ്. പ്രിയരെ, നാം ദർശനം കാണുമ്പോൾ തന്നെ ദൈവം നമ്മോട് സംസാരിക്കണം. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി ഓടാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. സ്റ്റേ ആൻഡ് ഗാഡ് ഇസ് സേയിങ് ഐ വാണ്ട് ടു ടോക്ക് ടു യു. കർത്താവ് പറയുന്നു, എനിക്കിതിനോട് സംസാരിക്കാനുണ്ടോ, എനിക്കിതിനോട് സംസാരിക്കാനുണ്ടോ. ലോർഡ്, ഐ ആം ബിസി, മൈ ജോബ് ഈസ് സ്റ്റാർട്ടിങ്, മൈ കിഡ്സ് ആർ ദെയർ, മൈ ലവ്ഡ് വൺസ് ആർ ദെയർ. പ്രൈസ് ഗാഡ്. സോ മെനി എക്സ്ക്യൂസസ്. ബട്ട് ലെറ്റ് മീ ടെൽ യു, ദൈവസന്നിധിയിൽ സ്പെൻഡ് ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ കർത്താവ് സംസാരിക്കാൻ തയ്യാറാണ്, നിന്നെ ബലപ്പെടുത്തുവാൻ തയ്യാറാണ്. നാം പലപ്പോഴും പറയാറുണ്ട്, മെനി പീപ്പിൾ ആർ സേയിങ്, ഓ പ്രാർത്ഥനയ്ക്കൊന്നും മറുപടിയില്ല, എന്നോട് ഇന്ന് വരെ ദൈവം സംസാരിച്ചിട്ടില്ല. ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് എന്നൊക്കെ മെനി പീപ്പിൾ ആർ സേയിങ്. പക്ഷേ ഈ ചോദിക്കുന്ന നമ്മളോട് നാം ചോദിക്കണം, ഹൗ മെനി ടൈം യു സ്പെൻഡ് ടൈം ഫോർ ഗാഡ്സ് സൗണ്ട്, ഗാഡ്സ് വോയിസ്. നാം എത്ര സമയം ദൈവശബ്ദത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട്? മെഡിറ്റേഷൻ കൂടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്? ഇല്ല, സത്യത്തിൽ പലപ്പോഴും ഇല്ല. നമ്മുടെ ആഗ്രഹം പടക്കത്തിന് തീ കൊടുക്കുന്ന പോലെ, പടക്കം ഒന്ന് ചെയ്തു, ഫയർ വർക്ക്, അതൊന്ന് കത്തിക്കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പുകയും ഒരു സൗണ്ടും കൂടെ. ദ പ്രസൻസ് ഓഫ് ഗാഡ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ദൈവസാന്നിധ്യം അങ്ങനെയല്ല. യു ഹാവ് ടു പേഷ്യൻ്റ്ലി വെയിറ്റ്, ഗാഡ് വിൽ സ്പീക്ക് ടു യു. നീ ക്ഷമയോടെ കാത്തിരിക്കുക, നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. രണ്ടാമത് പറയുന്നത്, ഐ ആം വിത്ത് യു. പ്രൈസ് ഗാഡ്. ദൈവത്തോടടുത്ത് നിൽക്കുന്നവനോട് ദൈവത്തിന് പറയാനുള്ള വാക്കാണ്, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. നമുക്കറിയാം, യെശയ്യാ പ്രവചനത്തിൽ വായിക്കാൻ സമയമില്ല. 41 അധ്യായത്തിൽ അവിടെ യെശയ്യാവിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു വേർഡുണ്ട്. അത് കഴിഞ്ഞിട്ട് മത്തായിയുടെ സുവിശേഷം 14 അധ്യായത്തിൽ അതിൻ്റെ 26 and 27 വേർഡ് വരുമ്പോൾ അവിടെ ബലപ്പെടുത്തുന്ന ഒരു വേർഡുണ്ട്. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാനാ. ധൈര്യപ്പെടുവീൻ. ഡോണ്ട് ബി അഫ്രൈഡ്, ഐ ആം ദ ലോർഡ്. ഭയപ്പെടരുത്, ഞാനാ. ഭയപ്പെടുന്ന അവസരങ്ങളിൽ നമ്മോട് സംസാരിക്കുന്ന ഒരു കർത്താവിനെയാണ് നാം രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നത്. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കോസ് 1:13 അവിടെ പറയുമ്പോൾ, ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 13, അവിടെ എന്താ പറയുന്നറിയാമോ? ദൂതൻ അവനോട്, സഖറിയാവേ, നീ ഭയപ്പെടരുത്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറഞ്ഞാൽ നിന്റെ പെറ്റീഷൻ കേട്ടിരിക്കുന്നു. ഭയപ്പെടരുത്. ദൈവസന്നിധിയിൽ പെറ്റീഷൻ ചെയ്യുന്ന, അപേക്ഷയും യാചനയും ചെയ്യുന്ന ദൈവവൈതലേ, നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെയാ നാം സേവിക്കുന്ന ദൈവം. പക്ഷേ ഇത് ഞാൻ കേട്ടു എന്ന് പറയാൻ പലപ്പോഴും നമ്മൾ ഈ സ്ഥലത്തില്ല. ദാറ്റ് ഈസ് എ പ്രോബ്ലം. പ്രൈസ് ഗാഡ്. ഈ സഖറിയാവ് തൻ്റെ ഹൃദയത്തിൻ്റെ ഞരക്കം, ഭാരം, പെറ്റീഷൻസ് ഒരു ദിവസം ദൂതനെ അയച്ച് ദൈവം മറുപടി കൊടുത്തു. ഐ ഹേർഡ് യുവർ പെറ്റീഷൻ. ഞാൻ നിൻ്റെ പരാതികളും നിൻ്റെ സങ്കടങ്ങളും ഒക്കെ ഞാൻ കേട്ടു. ഐ എം ഗോയിങ് ടു ഗിവ് യു ആൻസർ. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം. നാലാമത്തെ പോയിന്റ്, പർപ്പസ്. എന്തിനെയാ ദൈവം നമ്മെ വിളിച്ചാക്കിയിരിക്കുന്നറിയാമോ? ഇൻ ദിസ് സിറ്റി there are many people. ഈ സ്ഥലത്ത് എനിക്ക് വേണ്ടിയ ഒത്തിരി ജനമുണ്ട്. അതുകൊണ്ട് നീ മിണ്ടാതിരിക്കരുത് കേട്ടോ, നീ ഭയപ്പെട്ടു പോകരുത്.
നമ്മളെക്കുറിച്ചുള്ള പർപ്പസ് നമ്മുടെ കർത്താവിന് അങ്ങനെയാണ് പറയാനുള്ളത്. ദൈവമോട് ഞാൻ പറയട്ടെ, മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് വേണ്ടി നാം എത്രമാത്രം ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുടുംബം, ഇതിനപ്പുറമായിട്ടോ ദല്ലിയ നാം പാർക്കുന്ന ഏത് സിറ്റിയാണോ അവിടെയുള്ള പാപികൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ സ്തോത്രം മൗനമായി പോയ എത്ര ദിവസങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു, ദിസ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. There are many people around your city. Praise God. അതേ പക്ഷേ പൗലോസ് ഈ ഭാരത്തിൻ്റെ അവസ്ഥയിൽ നീ എന്നാ പോവാന്നേ പോ എന്നായിരുന്നുവെങ്കിൽ അനേകം പേര് അവിടെ സഭകൾ പിന്നെ തുടങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായനി. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ, ദൈവനോട് പറഞ്ഞു, നീ പോകരുതോ, നീ ഭയപ്പെടരുതോ, നീ മിണ്ടാതിരിക്കരുത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എനിക്ക് നിന്നെ കൊണ്ട് ഉദ്ദേശമുണ്ടോ? കാരണം ഇവിടെ അനേകം വ്യക്തികൾ എന്നെ കാത്തിരിക്കുന്നവരുണ്ടോ, എന്നെ അറിയുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ഈ സിറ്റിയിലും ദൈവത്തെ അറിയുവാൻ പലരും കാത്തിരിപ്പുണ്ടോ? നാം അവരെ അറിയുന്നില്ലെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണേ, പ്രേ ഫോർ ദം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, സ്തോത്രം. പലപ്പോഴും നാം സൈലൻ്റ് ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവസഭയിൽ, ദൈവ സാന്നിധ്യത്തിൽ എല്ലാ സമയത്തും മെനി പീപ്പിൾ വാണ്ട് ടു ബി കീപ് സൈലൻറ്റ്. എന്നാൽ അങ്ങനെയല്ല. ദൈവമക്കളെ, വായ തുറന്ന്, ഹൃദയം തുറന്ന് ഇതിൻ്റെ ശരീരത്തെ ഒരു യാഗവസ്തുവായി തീർക്കുവാനാ നമ്മെക്കുറിച്ച് ദൈവം കണ്ടിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ പുറപ്പാട് പുസ്തകം വരുമ്പോൾ ഈ പറഞ്ഞവരെല്ലാം ഒത്തിരി ഭക്തന്മാരെക്കുറിച്ച്, there are many saints, the God who chosen people, അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്. ഭയപ്പെടേണ്ട. മോശയോട് ദൈവം പറഞ്ഞു, നമുക്കറിയാം പുറപ്പാട് എക്സോഡസ് ചാപ്റ്റർ 3 വേർഡ്സ് 12, അവിടെ പറയുന്നു, ഇവിടെ ദൈവം പറയുന്നു മോശയോട്, he was so scared what to say, എങ്ങനെ പറയണം, എന്ത് ചെയ്യണം, എങ്ങനെയായിരിക്കണം അത് പ്രസൻറ്റ് ചെയ്യുന്നതൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഭാരപ്പെടുമ്പോൾ മോശയോട് ദൈവം പറയുന്നു, നീ ഭയപ്പെടരുത്, I will guide you, I am with you. Praise God. Hallelujah. മോശയുടെ കാലം കഴിഞ്ഞ് യോശുവ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു. ഉടനെ യോശുവായിക്കും ആകെ ഒരു ഭയവും ചഞ്ചലവും. He don't know what to do. യോശുവയോട് ദൈവം പറഞ്ഞു, ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ഗാഡ്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ, 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 സ്തോത്രം. യെശയ്യാവിനോട് ദൈവം പറഞ്ഞിരിക്കുന്നു 43-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ. യെശയ്യാവ് 43-ന്റെ 1. പ്രൈസ് ഗാഡ്. അപ്പം നമ്മുടെ പേര് പോലും അറിയാവുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. പലപ്പോഴും നാം നമ്മുടെ ബലഹീനതയിൽ പറയുന്നുണ്ട്, ഓ എന്നെ എങ്ങനെയാ അറിയുന്നേ, ഐം നത്തിങ്. പ്രൈസ് ഗാഡ്. അങ്ങനെയല്ല, നമ്മുടെ പേര് പോലും അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ഗോഡ്. അവിടെ പറയുന്നത്, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, നിന്റെ പേർ ഞാൻ അറിഞ്ഞിരിക്കുന്നു, നീ എനിക്കുള്ളവൻ. ഇന്ന് പകൽക്കാലം എത്ര പേരാകുന്ന നമ്മോട് ദൈവം പറയുന്നുണ്ട്, യു ആർ മൈൻ. ഹൗ മെനി ഓഫ് വി ആർ ഹിയറിംഗ് ദാറ്റ് വേർഡ് ഫ്രം ഗാഡ്, യു ആർ മൈൻ. പ്രൈസ് ഗാഡ്. കേൾക്കുന്നില്ല എങ്കിൽ എവിടൊക്കെയോ ഒരു പ്രശ്നങ്ങളുണ്ട്, എവിടൊക്കെയോ ഒന്ന് ലൂസായിട്ടുണ്ട്. ശരിക്കും ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതൊന്നും മെയിൻ്റെനൻസ് ചെയ്യുന്നത് നല്ലതാ. ദൈവസന്നിധിയിൽ വന്നിട്ട്, ലോർഡ് വൈ യു ആർ നോട്ട് സ്പീക്കിംഗ് ടു മീ, എന്നോട് എന്തുകൊണ്ട് കർത്താവേ സംസാരിക്കുന്നില്ല? മോശയോട് മാത്രമേ ഉള്ളൂ അല്ല, യോശുവയുടെ ഉള്ളൂ അല്ല,
ദൈവത്തിന് സ്തോത്രം. പൗലോസിനോട് അല്ല, എന്നോട് സംസാരിക്കുന്ന ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്. യാക്കോബ് താൻ തൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി ഒരു പോക്ക് പോയി. വി നോ ദ സ്റ്റോറി. ജനസിസ് ഉൽപ്പത്തി 28:15, ജനസിസ് 28:15 അവിടെ കാണുമ്പോൾ അവിടെ അപ്പൻ്റെ ഭവനം വിട്ട് ബേർഷേബയിൽ നിന്നും ഹാരാനിലേക്ക് പോവുകയാണ്. സോ സമയം വെരി ലേറ്റ് ഈവനിങ്, നൈറ്റായി. ദർ ഈസ് നോ സൺ ലൈറ്റ്. അതെല്ലാം പോയി. ആ നടന്നു വന്ന ക്ഷീണം കൊണ്ട് നമുക്കറിയാം, he took a stone as a pillow. ഈ വഴിയാത്രയിൽ തൻ്റെ ക്ഷീണം കൊണ്ട് ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു, ഒന്ന് കിടക്കണം. ഒരു കല്ലെടുത്ത് തലവണയായി പില്ലുവായിട്ട് വെച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിയിട്ട് അവിടെ ബലപ്പെടുത്തുന്ന ഒരു ഹല്ലേലൂയ ഭാഗമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിന്നോട് കൂടെയുള്ള ദൈവമാ, ഞാൻ നിന്റെ ദൈവമാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെ നിന്നെ ഞാൻ കാത്തിവിടെ തന്നെ കൊണ്ടുവരും. ദൈവവേദിലെ നന്മയുണ്ടാകത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്തു നിന്ന് നന്മ തരുവാൻ കഴിവുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ തുറന്നു തരുവാൻ കഴിവുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പ്രൈസ് ഗോഡ്. പക്ഷേ എപ്പോഴാണെന്നറിയാമോ? നിന്റെ കല്ല് പില്ലോ ആകുന്ന ഒരു ദിവസമുണ്ട്. നീ ഒറിജിനൽ പില്ലോയെ കടന്ന ഒരു ദിവസമുണ്ട്. അന്നൊന്നും സംസാരിക്കണ്ടായിരുന്നു. അപ്പൻ്റെ വീട്ടിലായിരുന്നപ്പോൾ നല്ല പില്ലോ ഉണ്ടായിരുന്നു, തലവണ ഉണ്ടായിരുന്നു. He never heard that word from God. ഒരിക്കലും ഈ ദൈവശബ്ദം ആ വീട്ടിൽ തലവണ കിടക്കുമ്പോൾ ഇല്ല. എന്നാൽ ഇപ്പോൾ യാത്രയിൽ തലവണയുടെ പില്ലോയുടെ അനുഭവം മാറി. ഇപ്പോൾ കല്ല് പില്ലുവായി മാറിയപ്പോൾ ദൈവം നിന്നോട് സംസാരിക്കുന്നു, ഭയപ്പെടരുത്, this will change. Praise God. നീ എന്നും കല്ല് പില്ലുവായിട്ട് വെക്കുവാൻ സമ്മതിക്കുന്ന ദൈവമല്ല നാം സേവിക്കുന്ന ദൈവം. Praise God. സ്തോത്രം. നാം ഉപയോഗിക്കുന്ന അനുഭവിക്കുന്ന നന്മകൾ ഭാരമായി തീരുമ്പോൾ, അത് നിന്നോ എന്ന് തോന്നുമ്പോൾ ദൈവശബ്ദത്തിനു വേണ്ടി കാത്തിരിക്കാം. I am your God. I will lead you. I will strengthen you. But don't be silent. നീ മിണ്ടാതിരിക്കരുത്. Praise God. Hallelujah. നമ്മളിപ്പോൾ ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞപ്പം നമ്മൾ വിചാരിക്കുന്നത്, കർത്താവേ, എത്ര ലൈഫാ. ഇതൊരു സൈഡേ നാം പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. എന്നാൽ ഇതിന് വേറൊരു സൈഡുണ്ട്. നമ്മളെക്കാട്ടിലും ദൈവം നേരിട്ട് വിളിച്ചിറങ്ങിയവർ പറഞ്ഞു, മതി, ജീവിതം ഇനിയും വേണ്ട. സ്തോത്രം. ഈ മോശ പറഞ്ഞ ഒരു ഭാഗമുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സംഖ്യാപുസ്തകത്തിൽ ആ ഭാഗം അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സംഖ്യ 11-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം പ്രശ്നങ്ങൾ മറ്റൊന്നുമല്ല, ഒത്തിരി പ്രഷർ ജീവിതത്തിൽ വരുന്നു. പലതിനും വേണ്ട പോലെ ഉത്തരം കൊടുക്കുവാൻ പറ്റുന്നില്ല, ഉത്തരം കണ്ടെത്തുവാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് 15-ാം വാക്യത്തിൽ പറയുന്നത്, if this is how you are going to treat me, put me to death right now. If I have found favor in your eyes, and do not let me face my own, praise God, reign.
ഇങ്ങനെ എന്നോട് ചെയ്യുന്ന പക്ഷം എന്നെ അങ്ങ് കൊന്നു കളഞ്ഞാൽ മതി. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. Put me to death right now. ഹോ, അതെന്തൊരു വാക്കല്ലേ, റൈറ്റ് നൗ. എന്നെ ഇപ്പോൾ അങ്ങ് എടുത്തോണം. എന്താ കാര്യം? ഞാൻ മാനസികമായി ഒത്തിരി ഭാരപ്പെട്ടു, ഞാൻ ഒത്തിരി വേദന അനുഭവിക്കുന്നു, ഒത്തിരി പ്രഷറിൽ കൂടെ ഞാൻ കടന്നു പോകുന്നത്. സ്തോത്രം. ഈ മോശ പറയുന്നു, മതി, എൻ്റെ ജീവിതത്തെ എടുക്കണം. ദൈവമക്കളെ, നമ്മളെക്കാട്ടിലും മുന്നേ ഈ യാത്ര തുടങ്ങിയവർ ജീവിതം മടുത്ത് മതിയെന്ന് വിചാരിച്ചപ്പോൾ ബലപ്പെടുത്തുന്നൊരു ദൈവം ഉണ്ടായിരുന്നു. ഭയപ്പെടരുത്, ഞാൻ നിൻ്റെ ദൈവമാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലിയാവ് ഇതേ വാക്ക് പറയുന്ന ഒരു സമയമുണ്ട്. ഫസ്റ്റ് കിങ് 19 ചാപ്റ്റർ 19 വേഴ്സ് 2-4 വായിക്കുമ്പോൾ പ്രശ്നം മറ്റൊന്നുമല്ല, ഒരു സ്ത്രീയാ പ്രശ്നം. അപ്പോൾ ഭയപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ, നമ്മുടെ പ്ലാനിന് നടക്കാത്തതുപോലെ ഭയപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഈ ഭക്തനായ ദൈവം സംസാരിക്കുന്ന ഈ ദൈവപുരുഷൻ അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, while he himself went a day's journey into the desert, ഒരു ദിവസം ദൂരമുള്ള വഴിയാത്രയിൽ പോയിട്ട് അവിടെ ഇരുന്നിട്ട് പറയുകയാണ്, മതി മതി. ഞാൻ ആയുസോടിരുന്നപ്പോഴൊക്കെ ബലത്തോടിരുന്നപ്പോഴൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട്, മതിയെന്നേ, ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി. പലരും പറയുന്നത് നമ്മളും കേട്ടിട്ടില്ലേ, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ അല്ലെങ്കിൽ മറുപടി ലഭിക്കാതിരിക്കുന്ന സമയത്തൊക്കെ പറയും, മതി, എന്തിനായി ജീവിതം. ദൈവമക്കളൊരു കാര്യം ഓർക്കണമേ, ഭയപ്പെടാണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറയുന്ന നല്ല ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. 3-ാമത്തെ ഒരു ഭക്തനായിരുന്നു ഇയ്യോബ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് സാക്ഷ്യമുള്ള മനുഷ്യനാണ്. പക്ഷേ പ്രശ്നങ്ങൾ അങ്ങ് കൂടി വന്ന് ഒന്നിനും ഒരു ശരിക്കും മറുപടി കാണാതിരിക്കുമ്പോൾ ജോബ് 3:11 പറയുന്നു, why did I not perish at birth? ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് തന്നെ അങ്ങ് നശിച്ചു പോയിരുന്നെങ്കിൽ, മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. പ്രൈസ് ഗാഡ്. അങ്ങനെയല്ലേ, ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാഞ്ഞത് എന്താണ്? ഇന്നും ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ ജനിച്ചു പോയത് എന്തിനാണെന്ന് ചോദിക്കുന്ന അനേകം ഭക്തരെന്ന് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ജീവിതത്തെ ശപിക്കുന്ന, ജോലി നഷ്ടപ്പെടുമ്പോൾ, ശാരീരികമായി ബലഹീനരാകുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, മെഡിക്കൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ, ജീവിതത്തിൽ ഉദ്ദേശിക്കുന്നത് പോലെ റിസൾട്ട് വരാതിരിക്കുമ്പോൾ, നല്ല ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ കാര്യങ്ങൾ പോകാതിരിക്കുമ്പോൾ, സ്തോത്രം, ഞാനിങ്ങനെ എല്ലാവർക്കും വ്യസനമായി ജനിച്ചു പോയല്ലോ എന്ന് പറയുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ടോ? പ്രൈസ് ഗാഡ്. പ്രിയ ദൈവമക്കളോട് ദൈവത്തിൻ്റെ വചനത്തിന് പറയാനുള്ളത്, നീ ഭയപ്പെടരുത്. നെവർ സേ ദാറ്റ്. യുവർ ഗാഡ് ഈസ് എ മൈറ്റി ഗാഡ്. Your God is a powerful God. He is able to change your situation. He is the God is able to change your days as a good days. നീ ഭാരപ്പെടുന്ന ദിവസങ്ങളെ നല്ല ദിവസമാക്കുവാൻ കഴിവുള്ള ദൈവത്തെയാ നാം സേവിക്കുന്നത്. ഇതിനേക്കാട്ടിലും കഠിന വാക്ക് പറഞ്ഞ ഒരാളുണ്ട്, ജെറമിയ. സ്തോത്രം. യെരമ്യാവ് 4:8 അതിന് വളരെ അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. 8-ാം വാക്യം പറയുന്നു, അതിന് യഹോവ ജെരമ്യാവിനോട് പറഞ്ഞു, നീ ബാലൻ എന്ന് പറയരുത്, നീ ബാലനല്ല. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ സംസാരിക്കുകയും വേണം. പ്രൈസ് ഗാഡ്. Did not be afraid of them. പിന്നെ for I am the God, I am the one able to rescue you. ഞാനാണ് നിന്നെ വന്ന് വിടുവിക്കുന്നത്. പൗലോസോട് പറഞ്ഞു, നിന്നെ ആരും ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പം നമ്മുടെ ഫിസിക്കൽ കണ്ടീഷനെയും മാനേജ് ചെയ്യുവാൻ കഴിവുള്ള, പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ കഴിവുള്ള ഒരു ജീവനുള്ള ദൈവത്തെയാണ്
നാം സേവിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അതിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, നീ അവനെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ദൈവം ദൂതനെ വിടുന്ന സമയമുണ്ട്, ദൈവം നേരിട്ടിറങ്ങുന്ന സമയമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. അതിൻ്റെ 9-ാം വാക്യം പറയുന്നത് അറിയാമോ? മതി, സ്തോത്രം. ഈ നിരാശയുടെ വാക്ക് പോകണമെങ്കിൽ നമ്മുടെ നാവിൽ ദൈവ സാന്നിധ്യവും പരിശുദ്ധാത്മാവും വ്യാപരിച്ചു കഴിയുമ്പോൾ we change. അതുവരെ we keep on ourselves. നാം നമ്മെ തന്നെ ശപിച്ചുകൊണ്ടിരിക്കും, ഹല്ലേലൂയ, ഭാരം പറഞ്ഞുകൊണ്ടിരിക്കും, പിറുപിറുത്തുകൊണ്ടിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് പറയാനുള്ളത്, സ്തോത്രം, ഹല്ലേലൂയ, അങ്ങനെയല്ല, അധരത്തെ ഒന്ന് തൊടണം. ഇനി പുള്ളി പറഞ്ഞു എന്തോന്നറിയാമോ? 15-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം 15:10 പറയുന്നു, എൻ്റെ അമ്മേ. അത് ഭയങ്കര പാടുള്ളൊരു വാക്കാണ്. നമ്മളാരും പറയുമ്പോൾ എനിക്ക് തോന്നില്ല, അത്ര ഘനമായിട്ടാണ് പറയുന്നത്. എൻ്റെ അമ്മേ, സർവദേശത്തിനും കലഹക്കാരനും വിവാദ പുരുഷനുമാക്കി എന്നെ നീ എന്തിനാ പ്രസവിച്ചത്? ഇത്രയൊന്നും മലയാളി ചോദിക്കാറില്ല. സ്തോത്രം. അയ്യോ കഷ്ടം, ഞാൻ പലിശയ്ക്ക് കൊടുത്തിട്ടില്ല, എനിക്കാരും പലിശ തന്നിട്ടില്ല, എന്നാൽ എല്ലാവരും എന്നെ ശപിച്ചിട്ട് പോകുന്ന ഒരു പ്രത്യേക അനുഭവം. 20-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം വരുമ്പോൾ എന്താ പറഞ്ഞെന്നറിയാമോ? ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെടട്ടെ, എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച ദിവസം. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ യെരമ്യാവേ, നിന്നെക്കുറിച്ചുള്ള വിളി എന്തായിരുന്നു? നിന്നെ ആരാ വിളിച്ചത്? നിന്നോട് പറഞ്ഞ വാഗ്ദത്തം ഉണ്ടായിരുന്നു. നീ പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവസന്നിധിയിലെ വാഗ്ദത്തങ്ങൾ മറന്നു പോകുമ്പോഴാണ് ഇത്യാദി വിഷയങ്ങൾ നമ്മുടെ ഹൃദയത്തെ മൂടിക്കളയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഒരുവൻ ജീവൻ എടുക്കണമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. കർത്താവിൻ്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ, no matter what circumstance come to your life, you will stand for the Lord and you wait for the Lord's answer. നീ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് വേണ്ടി നിൽക്കും. ലാസ്റ്റിൽ ഒരാളെ കൂടെ ഓർപ്പിക്കാം. ജോന, നല്ലൊരു പ്രവാചകൻ, സ്തോത്രം. ഒന്നിനും പ്രശ്നമില്ലായിരുന്നു. താൻ നല്ല പ്രവാചകൻ, സ്വർഗത്തിലെ ദൈവം നേരിട്ട് തിരഞ്ഞെടുത്ത ഒരു പ്രവാചകൻ, ഒരു സ്ഥലത്തേക്ക് പ്രത്യേകമായ ഇൻറ്റൻഷനോടുകൂടി വിട്ട ഒരു പ്രവാചകൻ, സ്തോത്രം. എന്നാൽ ഈ പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, പ്രൈസ് ഗോഡ്. അത് പറയുന്നത്, സ്തോത്രം, അതിൻ്റെ സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം, എനിക്ക് തോന്നുന്നു 4-ാമത്തെ അധ്യായമാണെന്ന് തോന്നുന്നല്ലേ? യെസ്, 4:8. കണ്ടോ? He also want to die. പ്രിയരെ, ഇവരൊക്കെ ഭക്തിയില്ലാത്തവരായിട്ടാണോ ഈ മരണം ആഗ്രഹിക്കുന്നത്? എന്താ അതിൻ്റെ സത്യാവസ്ഥയെന്നറിയാമോ? നീ ഫലമുള്ളവനാക്കി തീർക്കുമ്പോൾ, നീ ദൈവം നിന്നെക്കുറിച്ച് ഫലമുള്ളവനായി കാണുവാൻ ആഗ്രഹിക്കുമ്പോൾ, നമുക്ക് അപ്പുറത്തൊരു ശക്തിയുണ്ട്. അത് പറയുന്നത് ബെറ്റർ ടു ഡൈ. കാരണം നിന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഫുൾഫിൽ ആകാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ് ബെറ്റർ ടു ഡൈ, ബെറ്റർ ടു ഡൈ. ഈ ഇത്രയും ഭക്തന്മാർ, പ്രവാചകന്മാർ, ദൈവം നേരിട്ട് കൈക്ക് പിടിച്ചിറക്കി വന്നവർ പറഞ്ഞുവെങ്കിൽ, പുഴുകളും കൃമികളും വർത്തമാനം ശരിക്കും പറയാൻ അറിയാത്ത നമ്മൾ എത്രമാത്രം പറഞ്ഞിരിക്കും, മതി കർത്താവേ എന്നല്ലേ? എന്നാൽ ദൈവവചനം പറയുന്നു, നെവർ സേ ദാറ്റ്. I am the Lord, I am the Redeemer, I am your healer. Hallelujah. Don't be afraid, but don't be silent. നീ മൗനമായിരിക്കരുത്. Praise God. May the good Lord bless you with this word. ഈ വചനങ്ങളാൽ നമ്മുടെ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.